താജ്മഹൽ ലോക മഹാത്ഭുതങ്ങളിലൊന്ന്. കഴിഞ്ഞ വീഡിയോയിൽ താജ്മഹലിൻ്റെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ താജ്മഹലെല്ലാം കണ്ട് ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ആഗ്ര ഫോർട്ടാണ്. താജ്മഹൽ തൊട്ട് ആഗ്ര ഫോർട്ട് വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സഞ്ചാരി അമ്മയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. താജ്മഹൽ ടു ആഗ്ര ഫോർട്ട് ഏകദേശം 5 കിലോമീറ്ററാണ്. ഇപ്പോൾ മെട്രോ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഈ കാണുന്നത് മെട്രോ ലൈനാണ് കേട്ടോ, മുകളിൽ കാണുന്നത്. നമ്മുടെ മുന്നിൽ വരുന്നത് ഒരു മെട്രോ സ്റ്റേഷനാണ്. ക്യാപ്റ്റൻ ശുഭം ഗുപ്ത എന്ന് പറഞ്ഞ ഒരു സോൾജിയർ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് ഈ കണ്ടത്. 2023 നവംബർ 22 ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ടായ രജൗരി എൻകൗണ്ടറിലാണ് അദ്ദേഹം മൃത്യു വരിച്ചത്. नोएडा बोलते हैं वन ऑफ द फास्टेस्ट ग्रोइंग सिटी ആണ് കേട്ടോ ആഗ്ര. बनाई जाएंगी 29.6 किलोमीटर लंबी और बनने में 8,400 करोड़ रुपए लगेंगे. पहली लाइन सिकंदरा से ताज ईस्ट गेट तक जाएगी. 14.2 किलोमीटर लंबी होगी 14 स्टेशन के साथ. बीच में ताजमहल और आगरा फोर्ट के पास भी स्टेशन बनेंगे. दूसरी लाइन आगरा कैंट से कालिंदी विहार तक जाएगी 15.4 किलोमीटर लंबी. इसमें 15 नए स्टेशन बनेंगे और सेंट जॉन्स कॉलेज एक इंटरचेंज स्टेशन बन जाएगा दोनों लाइन्स के बीच. आगरा कैंट में रेलवे स्टेशन से भी कनेक्ट किया जाएगा. लाइन 1 का ये 6 किलोमीटर का स्ट्रेच अभी अंडर कंस्ट्रक्शन है और बाकी पार्ट की कंस्ट्रक्शन भी जल्द ही शुरू हो जाएगी. पूरा बनने के बाद टोटल रूट हो जाएगा 29.6 किलोमीटर और 29 स्टेशन. 2025 तक कंस्ट्रक्शन पूरी होने की उम्मीद है. ആഗ്ര ഫോർട്ടിൻ്റെ മുന്നിലെത്തി. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആഗ്ര ഫോർട്ട് മുഗൾ ഡൈനാസ്റ്റിയുടെ റെസിഡൻഷ്യൽ പാലസും മിലിറ്ററി ഹൗസും ആയിരുന്നു. ഏകദേശം 100 വർഷത്തോളം മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ആഗ്ര. എന്ന് പറഞ്ഞാൽ ഷാജഹാൻ ചക്രവർത്തി തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നത് വരെ. അക്ബർ ചക്രവർത്തിയാണ് ഈ ആഗ്ര ഫോർട്ട് നിർമ്മാണം തുടങ്ങിയത്. മുഗൾ ഭരണത്തിന് മുന്നേ രാജ്പൂത്സിൻ്റെ ഒരു കോട്ട ഇവിടെ ഉണ്ടായിരുന്നു. 1565 ആണ് അക്ബർ ചക്രവർത്തി ഇപ്പോൾ കാണുന്ന ആഗ്ര ഫോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. മുഗൾസിന് ശേഷം ജാഡ്സ്, മറാത്താസ് ഒക്കെ ഈ ആഗ്ര ഫോർട്ട് ഓക്യുപ്പൈ ചെയ്തിരുന്നു. ഇവിടെ ലേഡീസ് ആൻഡ് ജെൻസിന് സെപ്പറേറ്റ് ക്യൂ ആണ്. നമ്മൾ ടിക്കറ്റ് ആദ്യമേ ഓൺലൈൻ വഴി എടുത്തിട്ടുണ്ടായിരുന്നു. ചങ്ങല കൊണ്ട് തൂക്കിയിട്ടുള്ള ഒരു പാലം കടന്നിട്ട് വേണം ഈ അമർ സിംഗ് ഗേറ്റിലേക്ക് എത്താൻ. അത് കയറി വരുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഫുൾ റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ഒരു കോട്ട. അന്നത്തെ കാലത്ത് ശത്രുക്കളൊക്കെ വരുമ്പോൾ ഈ ചങ്ങല കൊണ്ടുള്ള പാലം ഉയർത്തി വെക്കും. അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങോട്ട് കയറാൻ വളരെ പ്രയാസമായിരിക്കും. ഈ കാണുന്നതാണ് അക്ബറി ഗേറ്റ്. ഈ ഗേറ്റ് കടന്നിട്ടുള്ളതാണ് ശരിക്കുള്ള കോട്ട തുടങ്ങുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ആഗ്ര ഫോർട്ട് ഏകദേശം 95 വർഷം കൊണ്ടാണ് പണി കഴിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ 4 ജനറേഷൻസ്. 4 ജനറേഷൻ എന്ന് പറയുമ്പോൾ അക്ബർ തൊട്ടിട്ട് അക്ബറിൻ്റെ മകൻ ജഹാംഗീർ, ജഹാംഗീറിൻ്റെ മകൻ ഷാജഹാൻ, ഷാജഹാൻ്റെ മകൻ ഔറംഗസേബ്, ഈ 4 ജനറേഷൻ കൂടിയാണ് ഈ ആഗ്ര ഫോർട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത്.
ഈ നടന്നു പോകുന്നതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് കാണുന്നത് റോയൽ ഫാമിലീൻ്റെ ഹോഴ്സ് സ്റ്റേബിളായിരുന്നു കേട്ടോ. ഈ റാമ്പിൽ കൂടിയാണ് അന്നത്തെ മുഗൾ ചക്രവർത്തിമാർ ആനപ്പുറത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആ കാഴ്ച ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് കൂടെ വരുന്നത്. ഈ കാണുന്നതാണ് അക്ബറിൻ്റെയും ജോധയുടെയും മകനായ ജഹാംഗീറിൻ്റെ പാലസ് അഥവാ ജഹാംഗീരി മഹൽ. ഈ ബാത്തബിലായിരുന്നു അത്രേ ജഹാംഗീർ ചക്രവർത്തി കുളിച്ചിരുന്നത്. ഈ ജഹാംഗീർ പാലസ് അക്ബർ ചക്രവർത്തി തൻ്റെ ഹിന്ദു ഭാര്യമാർക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച ഒരു പാലസാണ്. മെയിൻലി ജോധബായുടെ പാലസ്. പിന്നീട് ജഹാംഗീർ ചക്രവർത്തിയുടെ സമയമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാനവതി ബായ് എന്ന് പറഞ്ഞ ഷാജഹാൻ ചക്രവർത്തിയുടെ അമ്മ, അവരുടെ പാലസായിരുന്നു. ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇൻഡോ ഇസ്ലാമിക് വാസ്തു പ്രകാരമാണ്. ക്ഷേത്രത്തിൽ കാണുന്ന കൊത്തുപണികൾ കാണാൻ സാധിക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൊട്ടാരമാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നതാണ് രംഗ് മഹൽ. ആ കാലത്തൊക്കെ വല്ല ഫെസ്റ്റിവലോ പ്രോഗ്രാംസൊക്കെ ഉണ്ടാകുമ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുവരുമായിരുന്നു. നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ആയിട്ട് ഡാൻസേഴ്സ് ഇവിടെ ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ മഹാരാജാവ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണും, ബാക്കിയുള്ളവരൊക്കെ താഴെ, രാജ്ഞിയൊക്കെ താഴെ ഇരുന്നിട്ട് കാണും. അക്ബറും ജഹാംഗീറും ഒക്കെ പണി കഴിപ്പിച്ച ചുവന്ന കൊട്ടാരം ഇവിടെ തീരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഷാജഹാൻ നിർമ്മിച്ച വെള്ള മാർബിളുള്ള കൊട്ടാരത്തിലേക്കാണ്.
ഷാജഹാൻ ചക്രവർത്തിക്ക് 14 മക്കളുണ്ടായിരുന്നു. അതിൽ 8 പേർ ചെറുപ്പത്തിലേ മരണപ്പെട്ടു. ബാക്കി 6 പേരിൽ 2 പേർ പെൺമക്കളായിരുന്നു, റോഷനാരെയും ജഹാനാരെയും. 2 പേർക്കും ഷാജഹാൻ ചക്രവർത്തി അവിടെ പാലസ് പണിതു കൊടുത്തു. അതിൽ രണ്ടാമത്തെ മകളായ റോഷനാരയ്ക്ക് ഷാജഹാൻ ചക്രവർത്തി പണിതു കൊടുത്തതാണ് ഈ കാണുന്ന മന്ദിരം. ഇതിൻ്റെ അപ്പുറത്താണ് മൂത്ത മകളുടെ മന്ദിരമുള്ളത്. ഇതാണ് ഖാസ് മഹൽ. ഈ ഫോർട്ടിൽ വെച്ച് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ബിൽഡിംഗ് ആണിത്. ഇതായിരുന്നു ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ബെഡ്റൂം. ഇതിന് ചുറ്റും കാണുന്നതാണ് ഹരം. ഷാജഹാന് ഒരുപാട് അൺഒഫീഷ്യൽ വൈഫ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ വാസസ്ഥലമാണ് ഈ ഹരം എന്ന് പറയുന്നത്. ഈ ഖാസ് മഹലിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിരുന്നു ഷാജഹാൻ്റെ പെൺമക്കളുടെ പല്ലക്കിൻ്റെ ഷേപ്പിലുള്ള പാലസ്. അപ്പോൾ നമുക്ക് ഖാസ് മഹലിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം. ഖാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ, മഹൽ എന്ന് പറഞ്ഞാൽ പാലസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പാലസ്. ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതും പ്യുവർ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയ പെയിൻറ്റിങ്സ്. പറയപ്പെടുന്നത് ഇവിടെ 1008 കിലോ ഗോൾഡിൻ്റെ പെയിൻറ്റിങ്സ് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഡയമണ്ട്സും ജെം സ്റ്റോണും ഒക്കെ. ബ്രിട്ടീഷുകാർ പോയപ്പോൾ അതും കൊണ്ടുപോയി. നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് കോസ്റ്റ്ലി ആയിട്ടുള്ള ജയിൽ എന്ന് പറഞ്ഞാൽ ഷാജഹാൻ ചക്രവർത്തിയുടെ ജയിൽ. ഈ ജയിൽ മകൻ ഔറംഗസേബ് 8 വർഷത്തോളം അദ്ദേഹത്തെ ഇവിടെയാണ് തടവിൽ ഇട്ടത്. ആ കാണുന്ന തൂണിലൊക്കെ ഒരുപാട് വാല്യുബിൾ ജെംസും പ്രഷ്യസ് സ്റ്റോൺസും ഗോൾഡും ഒക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. പിന്നെ ഉള്ളത് ഇവിടെ ലോക്കൽ ആൾക്കാർ വന്നിട്ട് എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം അവരവിടെ ക്ലോസ് ചെയ്തു കേട്ടോ. ഇപ്പം നമുക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കയറി പോകുന്നതാണ് ഈ ഫോർട്ടിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഇത് 70 അടി ഉയരത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്.
ഇപ്പോൾ നമ്മൾ ഉള്ളത് ദിവാനി ഖാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വെച്ചാണ് ചക്രവർത്തിമാർ ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റിനെയൊക്കെ മീറ്റ് ചെയ്തിരുന്നത്. മീറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ, അതുപോലെ വേറെ നാട്ടിലെ രാജാക്കന്മാർ, അംബാസിഡർമാർ, നോബിൾസ് അവരൊക്കെ ആയിട്ട് സീക്രട്ട് മീറ്റിംഗ് നടത്തിയിരുന്ന ഒരു സ്ഥലമാണിത്. ഈ കാണുന്നതാണ് ജഹാംഗീർ ചക്രവർത്തിയുടെ ഇരിപ്പിടം. ഇതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ പിതാവായ അക്ബർ ചക്രവർത്തിയായിരുന്നു ഇവിടെ ഇരുന്നിരുന്നത്. സീക്രട്ട് മീറ്റിംഗ് നടക്കുമ്പോൾ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും വെച്ചിട്ട് നടത്താറുണ്ടായിരുന്നു. താഴെ കാണുന്ന ഈ ഗ്രൗണ്ടിൻ്റെ പേരാണ് മീന ബസാർ. എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണ ഒരുപാട് വ്യാപാരികൾ അമൂല്യമായ വസ്തുക്കൾ കൊണ്ട് ഇവിടെ വന്ന് വിൽക്കുമായിരുന്നു. ഈ ഭാഗത്തായിരുന്നു റാണി ഇരുന്നിരുന്നത്. ഇതിൻ്റെ മറുഭാഗത്തായിരുന്നു ചക്രവർത്തിമാർ ഇരുന്നിരുന്നത്. ഈ കാണുന്ന അടച്ചിട്ട മുറിയിലായിരുന്നു അന്നത്തെ വാല്യുബിൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്.